ഇറാൻ അമേരിക്ക യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഹോർമീസ് അടച്ചിരിക്കുകയാണ്. ഹോർമീസ് കടലിടുക്കിലൂടെ കപ്പലുകൾ കടന്നു പോകാതിരിക്കുകയും അവിടെ അനിശ്ചിതത്വം നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് UAE. ഒപെക് സമിതിയിൽ നിന്ന് തങ്ങൾ വിടുകയാണ് എന്ന് UAE പ്രഖ്യാപിച്ചു. അതിന് അനവധി കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഈ ഒപെക് രാജ്യങ്ങൾ പലപ്പോഴും ആവശ്യപ്പെടാറുള്ളതാണ് എണ്ണ ഉൽപ്പാദനം കൂട്ടണമെന്നുള്ളത്. പക്ഷേ ഈ വിപണിയിൽ വിലക്കയറ്റം വർദ്ധിപ്പിക്കുന്നതിനും മറ്റുമായി എണ്ണ ഉൽപ്പാദനം കുറച്ചുകൊണ്ടാണ് ഒപെക് രാജ്യങ്ങൾ മുൻപോട്ട് പോയിരുന്നത്. എന്നാൽ ഇപ്പോൾ UAEക്ക് അവരുടെ രാജ്യത്ത് എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെന്ന ഒരു ആവശ്യം പലപ്പോഴായി ഒപെക്കിന് മുമ്പിൽ UAE വെച്ചിരുന്നു. അതൊന്നും അംഗീകരിക്കപ്പെട്ടില്ല. കാരണം ഈ ഒപെക്കിന്റെ തലപ്പത്തിരിക്കുന്ന സൗദി അറേബ്യയാണ്. സൗദിയും UAEയും തമ്മിൽ അത്ര രസത്തിലല്ല, സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ് അവരുടെ ബന്ധം കടന്നു പോകുന്നത്. അതിനിടയിൽ സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള അടുത്ത ബന്ധം അതും UAEക്ക് ഒരു തലവേദനയായി മാറുന്ന സാഹചര്യം. ഈ സാഹചര്യമെല്ലാം കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് UAE പറഞ്ഞിരിക്കുന്നത് തങ്ങൾ ഇനി ഒപെക്കിലോ ഒപെക് പ്ലസിലോ ഇല്ല എന്ന്. അതായത് സ്വന്തമായി എണ്ണ ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനും തങ്ങൾക്ക് കഴിയുമെന്നാണ് UAE പറയുന്നത്. കാരണം ലോകത്തിന് എണ്ണയുടെ ആവശ്യകത കൂടുതലായിട്ടുണ്ട്, കൂടുതൽ ഉൽപ്പാദനം ആവശ്യമായിരിക്കുന്ന സമയമാണ്. ഇവിടെ മറ്റൊരു ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു വലിയ നേട്ടം തന്നെ എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസമാണ് UAE പറഞ്ഞത് ഞങ്ങൾ ഇനി മുതൽ ചൈനയുമായിട്ട് ട്രേഡിംഗ് നടത്തുന്ന ചൈനീസ് യുവാനിലായിരിക്കുമെന്ന്. ഇന്ത്യയുമായി ഇന്ത്യൻ റുപ്പീസിൽ ട്രേഡിംഗ് ഉള്ള ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രി കൂടിയാണ് UAE. അതുകൊണ്ട് തന്നെ നമുക്ക് റഷ്യ മാത്രമല്ല UAEയിൽ നിന്ന് തന്നെ ഇന്ത്യൻ റുപ്പീസിൽ എണ്ണ ഇറക്കുമതി ചെയ്യാനും കൂടുതൽ അളവിൽ എണ്ണ ഇറക്കുമതി ചെയ്യാനും ഇതുമൂലം കഴിയും. ഏതായാലും ഈ ലോകം മുഴുവൻ ഒരു വല്ലാത്ത എണ്ണ പ്രതിസന്ധിയിൽപ്പെട്ട് ഉയരുമ്പോഴാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ലോട്ടറി പോലെ UAEയുടെ പുതിയ പ്രഖ്യാപനവും വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.